എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. നവ്യക്കങ്ങനെ അനാമിക വിഷം ചേർത്ത ആ കുപ്പി കിട്ടുകയാണ്. അനാമികയുടെ റൂമിൽ നിന്നാണ് ആ ബോട്ടിൽ കിട്ടുന്നത്. ഇത് കിട്ടുന്നതും മുത്തശ്ശനെ ചെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെളിവ് അനാമികക്കെതിരെ കിട്ടുവാണ്. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. മുത്തശ്ശിയാണെങ്കില് മുത്തശ്ശന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ദേവയാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആദർശ ജയനോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നോ? നമ്മളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അവര് മുഴുവനായിട്ടൊന്നും നമ്മളെടുത്ത് പറയുന്നില്ല. പിന്നെ എന്തെങ്കിലും ചിലതൊക്കെ നമ്മളെ അറിയിക്കുന്നു, അത്ര തന്നെയാ. ബ്ലഡ് കൊടുത്തത് നയനമോളാണെന്ന് പറഞ്ഞു. പിന്നെ ലിവർ കൊടുക്കാൻ മോള് സമ്മതിച്ചെന്നും പറഞ്ഞു. എന്നാലും ദേവയാനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് ആ വിഷം കുടിച്ച കാരണല്ലേ? ആരായിരിക്കും നമ്മുടെ വീട്ടില് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ മനസ്സ് വരുന്നവര്? നവ്യമോള് സംശയം പറഞ്ഞ പോലെ തന്നെ ജലജയെ നമുക്ക് സംശയിക്കാം. ജലജ മാത്രമല്ല, അഭിയെയും സംശയിക്കണം. ഒരു ദിവസമാണെങ്കിലും നവ്യെ നല്ലപോലെ സ്നേഹിച്ചതായിരുന്നു. ആ സമയത്ത് നവ്യയ്ക്കും ഒരുപാട് സന്തോഷായിരുന്നു. ഈ സമയത്ത് അവൾക്ക് നല്ല സ്നേഹം കിട്ടേണ്ട സമയമല്ലേ? എന്നാ അവന്റെ സ്വഭാവത്തില് ഇപ്പൊ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. അന്ന് അമ്മയും മകനും കൂടി നവ്യ കുടിക്കാനുള്ള പാലില് വിഷം കലർത്തി നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണോ എന്നാണ് നവ്യയുടെ സംശയം. അത് എനിക്കും കുറച്ച് സത്യമാണോ എന്ന് തോന്നുന്നുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, അവന്റെ 2 ദിവസം മുൻപേയുള്ള നവ്യയോടുള്ള സ്നേഹവും കാര്യവും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പറയുന്നതിലും കാര്യമുണ്ട്. അവൻ പലതവണ പറഞ്ഞതാ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റെ കുഞ്ഞല്ല എന്ന്. എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കോ? എന്ത് ചെയ്യാനാ സാധിക്കാത്തെ? അവൻ പല കാര്യങ്ങള് ഇവിടെ ചെയ്തിട്ട് നമ്മളെ കൈയോടെ പിടിച്ചതല്ലേ. പിന്നെയാണോ ഈ ഒരു കാര്യം? അവന്റെ അമ്മ അവന് കൂട്ടല്ലേ? പിന്നെ അങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ നവ്യമോള് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അനാമികയെയും അച്ഛനെയും അമ്മയെയും അവരെയും സംശയിക്കണം. പണ്ട് ഇവിടുന്നൊരു മാല പോയത് താൻ ഓർക്കുന്നില്ലേ? അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും പിന്നീട് കിട്ടിയിട്ടില്ല. അതെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് അവളുടെ വീട്ടുകാർ തന്നെയാ. ഈ 2 കൂട്ടരെയും തന്നെയാ എനിക്കും സംശയം. അത് തെളിയിക്കാൻ നമുക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും ദേവയാനിയുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരട്ടെ, എന്നിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് അന്വേഷിക്കാൻ. എന്തായാലും പോലീസുകാരെ ഇക്കാര്യത്തില് ഇടപെടുത്താൻ പറ്റില്ല. അനന്തപുരിയില് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം മോശമാണെന്ന് തനിക്ക് അറിയുന്നതല്ലേ. ഇക്കാര്യം രഹസ്യമായിട്ട് അന്വേഷിക്കണം. കമ്മീഷണറുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറഞ്ഞത് ഇത് രഹസ്യമായിട്ട് അന്വേഷിക്കുക എന്നാ. എന്തായാലും ദേവയാനിയുടെ അവസ്ഥയിൽ നല്ല മാറ്റം വരട്ടെ, എന്നിട്ട് വേണം അതിനെക്കുറിച്ച് ആലോചിക്കാൻ. പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും. അഭിയാണെങ്കില് ഫോണിൽ നോക്കിയിരിക്കുകയായിരിക്കും. നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഭിയോട് ചോദിക്കുന്നുണ്ട്, അഭി എന്നെ നീയൊന്ന് പുറത്തോട്ട് കൊണ്ടുപോവോ? ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങ് ബോറടിച്ചു. ഇപ്പയാണെങ്കില് നയനയോ ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോടാ. എനിക്ക് വേറെ പണിയില്ലല്ലോ. നീയായിട്ട് പുറത്തു പോയി കറങ്ങലാണല്ലോ എന്റെ പണി. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പണ്ട് നീ എന്നെ കാണാനായിട്ട് എങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നീ അതൊക്കെ മറന്നോ? അതൊക്കെ പണ്ട്. നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാ അന്ന് അതേപോലെയൊക്കെ കൊണ്ടുപോയിരുന്നത്? അത് നീ മറന്നോ? നീയും മോശമായിരുന്നോ? നീ എന്തൊക്കെ കള്ളത്തരങ്ങളാ എന്റെ അടുത്ത് പറഞ്ഞത്? അനന്തപുരി മൊത്തം നിന്റെ കൈവെള്ളയിലാണെന്നല്ലേ നീ അന്ന് എന്റെ അടുത്ത് പറഞ്ഞു ബോധിപ്പിച്ചത്? അതൊക്കെ കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്. എല്ലാം എന്റെ വിധി, അല്ലാതെന്താ? നിനക്കിവിടെ ഒരു മുട്ടുസൂചി എടുക്കാനുള്ള അവകാശം കൂടെ ഇല്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്. എല്ലാം മനസ്സിലായല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങിപ്പൊക്കൂടെ? ഞാൻ പോവാത്തത് നിന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുള്ള കാരണാ. അതുകൊണ്ട് മാത്ര ഞാനിവിടെ നിൽക്കുന്നേ. ഹോ, പിന്നെ ആ കുഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കാതിരിക്കുകയല്ലേ? നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ നിനക്ക് ഈ കുഞ്ഞിനോട് ഒരു തരി പോലും സ്നേഹമില്ല. ഇത് നിന്റെ കുഞ്ഞാ. എനിക്കതില് തീരെ വിശ്വാസമില്ല. എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അഭി, നീ എന്താ പറയുന്നേ? നീ ഇപ്പേ ഒരു സ്വാമിയാ. ഇങ്ങനെയുള്ള സമയത്ത് ഇതൊന്നും നീ മനസ്സ് പോലും ചിന്തിക്കാൻ പാടില്ല. നീ എന്താടേ ഇങ്ങനെ? എന്നാ നീയൊന്നും നന്നാവാ? ഞാൻ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ. നീ എന്ന് എന്നെ സ്നേഹിച്ചപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ? എന്റെ വല്യമ്മയെ കൊല്ലാൻ നോക്കിയത് നിന്റെ അനിയത്തിയാ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഇനി സ്നേഹിക്കാൻ പറ്റില്ല. നീ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കണ്ട. നിനക്ക് നിന്റെ വല്യമ്മയോട് ഇത്രയേറെ സ്നേഹം ഉണ്ടായിട്ട് നീ എന്താ ഒരു തവണയെങ്കിലും വല്യമ്മയെ കാണാനൊന്നും ഹോസ്പിറ്റലിലോട്ട് പോവാത്തത്? നീ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഫോണ് കളിക്കുകയല്ലേ? ഒരു തവണ നീ വല്യമ്മയെ ഒന്ന് പോയി കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നീ വല്ലാതെ വർത്താനം പറയണ്ട. എനിക്ക് നീയൊന്ന് സമാധാനം തരോ? എവിടെ ഇരുന്നാലും പുറകെ നടന്ന് ശല്യം ചെയ്യാനായിട്ട് എന്നും പറഞ്ഞ് അഭി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്.
എന്നാ നവ്യയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഭർത്താവെന്ന് പറയുന്ന ആള് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷമാവും. അതുപോലെ തന്നെ നവ്യ ഇരുന്ന് കരയുമായിരിക്കും. പെട്ടെന്നായിരിക്കും മീനാക്ഷി വരുന്നത്. റൂമൊക്കെ വൃത്തിയാക്കണമെന്ന് മീനാക്ഷി പറയാണ്. ആ മീനാക്ഷി നീ പോയിട്ട് വൃത്തിയാക്കെന്നും പറഞ്ഞ് മീനാക്ഷിയെ പറഞ്ഞു വിടാണ്. അങ്ങനെ എല്ലാവരും റൂമും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേസ്റ്റുകളെല്ലാം ഒരു ബക്കറ്റിൽ കൊണ്ടിടുന്നുണ്ട്. അങ്ങനെ നവ്യ അതിലൂടെ പോവാണ്. പോകുന്ന സമയത്ത് ഒരു ബോട്ടിൽ കിടക്കുന്ന കാണും. നവ്യ ആ ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതൊരു പോയിസിന്റെ ബോട്ടിലായിരിക്കും. ഇത് വിഷക്കുപ്പിയാണല്ലോ. ചേച്ചി ചേച്ചി എല്ലാ റൂമും ക്ലീൻ ചെയ്തോ? ഇല്ല, ഞാൻ അനിക്കുഞ്ഞിന്റെ റൂം മാത്രമേ ക്ലീൻ ചെയ്തുള്ളൂ. അനിയുടെ റൂമോ? അനിയുടെ റൂമിൽ നിന്നുള്ള വേസ്റ്റ് ആണോ ചേച്ചി ഇവിടെ കൊടുന്നിട്ടിരിക്കുന്നേ? ആ അതെ. അപ്പോ ഈ ബോട്ടില് ഇതൊക്കെ അവിടുന്ന് കിട്ടിയതാ. എല്ലാം കൂടി ഞാൻ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടതാ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ചേച്ചി, ചേച്ചി പണി നോക്കിക്കോ. അങ്ങനെ ഈ ബോട്ടിലുമായിട്ട് നവ്യ റൂമിലോട്ട് വരുന്നുണ്ട്. നവ്യ എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ഈ ബോട്ടിൽ എങ്ങനെയാ അനിയുടെ റൂമിലെത്തിയത്? അനി എന്തായാലും ഇതൊന്നും റൂമിൽ കൊണ്ടുവയ്ക്കില്ല. പിന്നെ അനാമികയാ? ഇനി അനാമികയായിരിക്കോ പാലില് വിഷം കലർത്തി കാണാ? അങ്ങനെ നവ്യ എങ്ങനെ ആലോചിക്കുമ്പോൾ നവ്യക്കൊരു സംശയം തോന്നുന്നത് അനാമികയായിരിക്കും. ഇത് ഉറപ്പിക്കാനുള്ള ഒരു തെളിവും നവ്യയുടെ കയ്യിലുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നവ്യ ആകെ വിഷമത്തിലായിരിക്കും. ഇക്കാര്യം ആരോടാ പറയെന്നോർത്ത്. അങ്ങനെ നവ്യ മുത്തശ്ശന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് താഴോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിൽ അഭയും താഴെ കാണും, മുത്തശ്ശന്റെ അടുത്ത് തന്നെ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? അത് അത് അബിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അബി ഇതറിഞ്ഞു കഴിഞ്ഞാ എല്ലാവരുടെ അടുത്തും പറയുമെന്ന് നവ്യക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അബിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും മുത്തശ്ശൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? മോൾ എന്താ ഒന്നും പറയാത്തെ? അത് മുത്തശ്ശ, ഞാന് മുകളിൽ നിൽക്കുന്ന സമയത്ത് വേസ്റ്റിന്ന് കിട്ടിയതാ ഈ ബോട്ടില്. ഇത് ഒരു പോയിസന്റെ ബോട്ടിലാ. ഇത് കണ്ട് മുത്തശ്ശൻ ഞെട്ടുന്നുണ്ട്. പോയിസന്റെ ബോട്ടിലോ? ഇതെങ്ങനെയാ മുകളിലെത്തിയത്? അത് മീനാക്ഷി ചേച്ചി ക്ലീൻ ചെയ്യാനായിട്ട് മുകളിലോട്ട് വന്നതാ. അപ്പോ അനിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ ഈ ബോട്ടില്. ഇത് കണ്ട് അബി ഒന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. മോളെ മോളെ എന്താ പറയുന്നേ? അബിയുടെ റൂമിൽ നിന്ന് ഈ ബോട്ടിൽ കിട്ടിയെന്നോ? ആ മുത്തശ്ശ, ഞാൻ മുത്തശ്ശന്റെ അടുത്ത് ഒരു സംശയം പറഞ്ഞിരുന്നല്ലോ, അനാമികയുടെ കാര്യം. എനിക്കിപ്പോ അത് സത്യമാണോ എന്ന് തോന്നാ. അനാമികയായിരിക്കോ ഇനി പാലില് വിഷം കലർത്തി കാണാ? മോളെ മോളെ എന്താ പറയുന്നേ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാ നടക്കുന്നത്. ഇനി ഇത് അനാമിക തന്നെയായിരിക്കോ ചെയ്തിരിക്കുക? മുത്തശ്ശ എനിക്കറിയില്ല. ഈ ബോട്ടിൽ എന്തായാലും എനിക്ക് അവിടുന്ന് കിട്ടിയതാ. എന്തായാലും മുത്തശ്ശൻ ഇക്കാര്യത്തില് ഒരു തീരുമാനം എടുക്കണം. എന്തായാലും അനാമികയെയും അവളുടെ അച്ഛനെയും അമ്മയെയും എനിക്കൊന്ന് കാണണം. അവരുടെ അടുത്ത് നേരിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇക്കാര്യം അവളാണ് ചെയ്തത് എങ്കിൽ അനന്തപുരിക്ക് വെളിയിലായിരിക്കും അവളുടെ സ്ഥാനം. ഇതിലിനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം ഈ അനന്തപുരിക്ക് വെളിയിലായിരിക്കുമെന്ന് അബിയുടെ മുഖത്ത് നോക്കി മുത്തശ്ശൻ പറയാണ്. അബിയാണെങ്കിൽ പേടിച്ചു നിൽക്കുമായിരിക്കും. അബിക്കും അമ്മയ്ക്കൊക്കെ ഇക്കാര്യം അറിയാവല്ലോ. അതുകൊണ്ട് തന്നെ ആദർശിന്റെ അടുത്തും ജയന്റെ അടുത്തും ഇക്കാര്യം പറയണം. ദേവയാനിയുടെ ഉള്ളിൽ പോയ വിഷവും ഈ വിഷവും ഒന്നാണോ എന്ന് തിരിച്ചറിയണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ എന്തായാലും അനാമികയുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കുമെന്ന് ഉറപ്പാണ്. ഇത് തെളിയിക്കാനായിട്ട് ഒരു രഹസ്യ പോലീസിനെയും മുത്തശ്ശൻ ഏർപ്പാടാക്കുന്നുണ്ട്. വരും എപ്പിസോഡില് ബാക്കി റിവ്യൂ കാണാം. ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.